Hello students, today we are going to study about the subbase for a topological space. We have the idea of a base. A subfamily of the topology is said to be a base if every member of the topology can be written as union of some members of the given collection, and it is denoted by script B. Now, a subfamily of the topological space or a collection of subsets of the given space X. Topology is defined on the set X. Given a set X, a collection of subsets of X is a topology on X, or a topological space X tau is given. Tau is a collection of subsets of X. Some subsets of X is categorized in this scriptus, the family. This family is a subfamily of tau. Either we can write S subfamily of tau, or S is a collection of subsets of the space X. ടോയിലുള്ളത് എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ്. എസ് ടോയിലെ കുറേ എണ്ണം എന്ന് പറയുമ്പോൾ അതും എക്സിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ്. എ സബ് ഫാമിലി ഓഫ് ടോ ഓർ എ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി എ subbase. S is a subbase for the topology tau on X if the family of finite intersection of members of S is a base for tau. Family of finite intersection of members of S. Finite intersection of members of S is a base for tau. Members of S is a base for tau. Is a base for the topology on X. Base for the topology on X എന്നാണ് എഴുതേണ്ടത്. topology on X is denoted by tau. അപ്പോൾ ഒരു ടോയുടെ ഒരു സബ് ഫാമിലി അല്ലെ എക്സിൻ്റെ സബ്സെറ്റ്സിൻ്റെ ഒരു കളക്ഷൻ എക്സിലെ ടോപ്പോളജി ടോയ്ക്ക് ബേസ് ആകണമെങ്കിൽ, ടോപ്പോളജിക്ക് സബ് ബേസ് ആകണമെങ്കിൽ എസ്സിലെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസിൻ്റെ കളക്ഷൻ ഒരു ബേസ് ആവണം. അങ്ങനെയാണ് സബ് ബേസ് എന്നുള്ള കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നൗ വി ക്യാൻ ഹാവ് ആൻ എക്സാമ്പിൾ. The idea will be clear when we see an example. Consider the real line and the usual topology defined on real line, RU. Then we know that the base is the set of all open intervals. Base for the usual topology is the set of all open intervals of the form AB such that AB are real numbers. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അല്ലെങ്കിൽ യൂഷ്വൽ ടോപ്പോളജിയിൽ ഒരു മെമ്പറിനെ എടുത്താൽ അതിൽ ഓരോ പോയിന്റും സെൻറ്ററായിട്ട് എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ എന്നുള്ള ഓപ്പൺ ഇൻ്റർവൽ ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും ഓപ്പൺ ഇൻ്റർവൽസിൻ്റെ യൂണിയനായിട്ട് എഴുതാവുന്ന സെറ്റുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അതിൻ്റെ ബേസ് ഓപ്പൺ ഇൻ്റർവൽസ് ആണ്. Now we are going to give a subbase. We consider the family of subsets of R or some members of this topology, subfamily of U, by we consider only open intervals of the form. Now open intervals of the form A infinity or minus infinity B or minus infinity B. Real numbers A and B, either the right side is infinity or the left side is minus infinity. ഇത്തരം ഇൻ്റർവൽസിനെ മാത്രമേ നമ്മളിപ്പോൾ പരിഗണിക്കുന്നുള്ളൂ. ഈ കളക്ഷനിൽ അത്ര ഇൻ്റർവൽസ് ഓപ്പൺ ഇൻ്റർവൽ എ ബി രണ്ടറ്റവും ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻ്റർവൽസ് ഇവിടെ ഇല്ല. ഇവിടെ ഏതർ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഈസ് ഫൈനൈറ്റ്, റൈറ്റ് എൻഡ് പോയിന്റ് ഇൻഫിനിറ്റ്, ഓർ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഇൻഫിനിറ്റ്, റൈറ്റ് എൻഡ് പോയിന്റ് ഈസ് ഫൈനൈറ്റ്. ഇത്തരം ഇൻ്റർവൽസിനെ മാത്രമാണ് നമ്മളിവിടെ പരിഗണിക്കുക. Then suppose that we have a minus infinity b. Assume that this is b. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ ഫോമിലുള്ള ഒരു ഓപ്പൺ ഇൻ്റർവൽ. ആദ്യത്തെ ഫോമിൽ എ ഇൻഫിനിറ്റി, ഇത് എ ഇൻഫിനിറ്റി. ദെയർ ഇൻ്റർസെക്ഷൻ ആദ്യത്തേത് ഇവിടം മുതൽ ഇവിടം വരെയാണ്. രണ്ടാമത്തേത് എയിൽ സ്റ്റാർട്ട് ചെയ്യും, റൈറ്റിലേക്ക് പോകും. ഇൻ്റർസെക്ഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം.
ഇൻ്റർസെക്ഷൻ എയ്ക്കും ബിക്കും ഇടയിലുള്ള പോയിന്റ്സ്. എ രണ്ടിടത്തും ഇൻക്ലൂഡഡ് അല്ല, ബി രണ്ടിടത്തും ഇൻക്ലൂഡഡ് അല്ല. അപ്പം ഇതാണ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽസിനെയൊക്കെ നമുക്ക് ഇത്തരം ഇൻ്റർസെക്ഷൻസ് കൊണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഇതിൽ ചില ഇൻ്റർവെല്ലുകളുടെ ഇൻ്റർസെക്ഷൻ കൊണ്ട് നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽസ് ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ് ഈസ് എ ബേസ്. ഒത്തിരി പേരെ ഒന്നും എടുക്കേണ്ടി വന്നില്ല. 2 പേരുടെ ഇൻ്റർസെക്ഷൻ കൊണ്ട് നമുക്കൊരു ഓപ്പൺ ഇൻ്റർവെൽ ഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ 2, 3 വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പൺ ഇൻ്റർവെൽ 2, 3 വേണമെങ്കിൽ -∞, 3 എന്ന് പറയുന്ന അതിവിടെ ഉണ്ടല്ലോ. -∞, ബി റിയൽ ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. പിന്നെന്താ 2∞ എന്ന് പറയുന്ന ഇൻ്റർവെൽ ഇവിടെ ഉണ്ട്. A∞ ഫോമിൽ ഫോർ എനി റിയൽ നമ്പർ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്ട് ചെയ്താൽ 2, 3 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഏത് ഓപ്പൺ ഇൻ്റർവെൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഇൻ്റർസെക്ഷൻസ് കൊണ്ട് ഫോം ചെയ്യാൻ സാധിക്കും. That is, family of finite intersection of members of S is a base for the topology, and this is a subbase for the topology. Subbase for real line with the usual topology. Usual topology ആകുമ്പോഴേ ഓപ്പൺ ഇൻ്റർവെൽസ് ബേസ് ആവുന്നുള്ളൂ. റിയൽ ലൈനിൽ വേറെ ടോപ്പോളജീസ് ഉണ്ടെന്നൊക്കെ ഓർക്കാം. യൂഷ്വൽ ടോപ്പോളജി ആകുമ്പോൾ മാത്രം ഇതൊരു സബ് ബേസ് ആണ് എന്ന് ഓർക്കുക. ഇതാണ് സബ് ബേസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നൗ വി ഹാവ് ടു ഡിഫൈൻ how we can say a family generates a topology. Suppose that we are given a family S. S generates to എന്ന് നമ്മൾ പറയുന്നത് generates. S generates a topology to എന്ന് പറയുന്നത് എപ്പോഴാണ്? S generates to എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? If to is the smallest topology containing S. To is a topology containing S, but and it is the smallest topology containing this given collection. A given collection generates a topology if it is the smallest topology containing the given collection. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒത്തിരി ടോപ്പോളജികളുണ്ട്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ടോപ്പോളജിയെ സംബന്ധിച്ച് എസ് ജനറേറ്റ്സ് ടോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 2 ഡെഫിനിഷൻസ് ഉപയോഗിച്ച് നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോകാം. സബ് ബേസും എസ് ജനറേറ്റ്സ് ടോ എന്നുള്ള ഐഡിയ ചേർത്ത് നമ്മളൊരു തിയറത്തിലേക്ക് പോവുകയാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഗിവൺ എ സെറ്റ് എക്സ് ആൻഡ് എ ടോപ്പോളജി ടോ ഓൺ എക്സ് ആൻഡ് എ സബ് ഫാമിലി ഓഫ് എക്സ്. സബ് ഫാമിലി ഓഫ് ടോ. എസ് എ ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുക. സ്ക്രിപ്റ്റേഴ്സ് ആണ്, സെറ്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ സബ് ബേസ് പറഞ്ഞിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഇങ്ങനെയാകുന്നത് അതിൻ്റെ അകത്തുള്ള സെറ്റുകളായതുകൊണ്ടാണ്. ദെൻ ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് അണ്ടർ ദീസ് കണ്ടീഷൻസ് ഗിവൺ എ സെറ്റ് എക്സ് ടോപ്പോളജി ടോ ഓൺ എക്സ് എസ് ഇസ് എ സബ് ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ദെൻ എസ് ഈസ് എ സബ് ബേസ് ഫോർ ടോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് ജനറേറ്റ്സ് ടോ. S is a sub-base for to if and only if. If and only if means this is a characterization theorem. Characterization for what? Characterization for a family to be a sub-base for a topology എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റേ വേഷം വേണമെങ്കിലും പറയാം. Characterization for a family to generate a topology. State and prove the characterization for a family to be a sub-base for a topology. State and prove the characterization for a family ടു ജനറേറ്റ് എ ടോപ്പോളജി. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ തിയറം ചോദിക്കാം. നമ്മൾ തിയറത്തിൻ്റെ ആദ്യ പാർട്ടിലെ പ്രൂഫിലേക്ക് പോവുകയാണ്. ഇത്രയും ഇതിന് കോമൺ ആണ്, 2 പാർട്ടിനും കോമൺ ആണ്. സെറ്റ് എക്സ് തന്നിട്ടുണ്ട്, അവിടെ ഒരു ടോപ്പോളജി ടോ തന്നിട്ടുണ്ട്, എക്സിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷൻ എസും തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് 2 പാർട്ടിലും ഉള്ളതാണ്. നോ ഫോർ പാർട്ട് 1 വി അസ്യൂം ദാറ്റ് S is a sub-base for to. S ടോയുടെ സബ്-ബേസ് ആണ് എന്നാണ് നമ്മൾ പാർട്ട് 1ൽ അസ്യൂം ചെയ്യുന്നത്. ഇനി 2 പാർട്ടിലേക്കും കൊള്ളാവുന്ന മറ്റൊരു കാര്യമാണ്, ഒരു ഫാമിലി തന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയെ വെച്ച് നമ്മൾ വേറെ കുറേ പേരെ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ബി വിത്ത് ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. അത് എസ് സബ്-ബേസ് ആണെങ്കിലും അല്ലെങ്കിലും ഇത് ഡിഫൈൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ 2 പാർട്ടിലേക്ക് നമ്മളിതിനെ ഉപയോഗിക്കുകയാണ്, ഈ സിമ്പിളിനെ തന്നെ. ബി വിത്ത് ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. എസിനെ തന്നിട്ടുണ്ട്. എസിൻ്റെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻസ് ഫോം ചെയ്യുന്ന ഫാമിലിക്ക് ഞാൻ 2 കേസിലും ബി എന്ന് വിളിക്കുകയാണ്. ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. എസിലെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനെ ബി എന്ന് വിളിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്.
അതിനുശേഷമാണ് നമ്മുടെ അസംഷൻ. ഫസ്റ്റ് അസ്യൂം എസ് ഈസ് എ സബ് ബേസ് ഫോർ ടോ. എസ് സബ് ബേസ് ഫോർ ടോ. എസ് ടോയുടെ സബ് ബേസ് ആണ് എന്ന് വിചാരിക്കുക. ഇഫ് എസ് ഈസ് എ സബ് ബേസ് ഫോർ ടോ, ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഈസ് എ ബേസ് ഫോർ ടോ. അപ്പോൾ നമുക്ക് ബി ബേസ് ഫോർ ടോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബി എസ് സബ് ബേസ് ആണെങ്കിൽ ബി ഈസ് എ ബേസ് ഫോർ ടോ. ബി ടോയുടെ ബേസ് ആണ്. ബി ടോയുടെ ബേസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ബി ഈസ് എ സബ് ഫാമിലി ഓഫ് ടോ എന്ന് നമുക്കറിയാം. ബി ഈസ് എ സബ് ഫാമിലി ഓഫ് ടോ. ടോപ്പോളജിയുടെ ബേസ് ആണ്. എസ്സിലുള്ളവരുടെ ഇന്റർസെക്ഷൻ ആണ് ബിയിൽ. അപ്പോൾ എസ്സിലുള്ള ആൾക്കാർ എന്തായാലും ബിയിലുണ്ട് എന്നുറപ്പാണ്. അപ്പോൾ ബി തന്നെ മുഴുവനും ടോയിലുള്ളതാണെങ്കിൽ എസ്സും ടോയിലെ മെമ്പേഴ്സിനെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യുള്ളൂ എന്ന് നമുക്ക് അറിയാം. കാരണം എന്നാ, എസ്സിലെ ഉള്ളതുവരെ എടുത്ത് അവരുടെ ഇന്റർസെക്ഷനാണ് ബിയിൽ. എസ്സിലെ ഫൈനൈറ്റ് ആൾക്കാരെ എടുത്ത്, എസ്സിലെ ഒരാളെ മാത്രം എടുത്തും ഇന്റർസെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് എസ് തന്നെ ബിയുടെ സബ് ഫാമിലിയാണ്. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ് എന്ന് പറയുന്നതിൽ എസ്സിലെ മെമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ട് എസ് ടോയുടെ സബ് ഫാമിലിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യമായല്ലോ, ടോ ഈസ് എ ടോപ്പോളജി ഓൺ എക്സ്. ടോപ്പോളജി ഓൺ എക്സ് കണ്ടെയ്നിങ് എസ്. കണ്ടെയ്നിങ് എസ്. എസ് ഈസ് എ സബ് ഫാമിലി ഓഫ് ടോ. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ടോപ്പോളജിയാണ് ടോ എന്നുള്ളത് ഐ. ഇനി എന്നാ വേണ്ടേ? എസ് ജനറേറ്റ്സ് ടോ എന്ന് പ്രൂവ് ചെയ്യാൻ. ഇതാണ് ഏറ്റവും ചെറിയ ടോപ്പോളജി, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന. അപ്പോൾ വേറൊരു ടോപ്പോളജി ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ടോപ്പോളജി ഉണ്ടെന്ന് വിചാരിക്കുക. യു ബി എനി അതർ ടോപ്പോളജി. യു ബി എനി അതർ ടോപ്പോളജി കണ്ടെയ്നിങ് എസ്. നമുക്ക് ഏറ്റവും ചെറുത് കണ്ടെയ്നിങ്, ഞാൻ പിന്നെ എഴുതുവാണ്, കണ്ടെയ്നിങ് എസ്. എസ്സിനെ കണ്ടെയ്നിങ് ചെയ്യുന്ന ഒരു ടോപ്പോളജിയാണ് യു എന്ന് വിചാരിക്കുക. നമുക്ക് ടോ ഏറ്റവും ചെറുതാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ടോ സബ് ഫാമിലി ഓഫ് യു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എസ് യുവിൻ്റെ സബ് ഫാമിലി ആണ് എന്ന് നമുക്കറിയാം. എസ് യുവിൻ്റെ സബ് ഫാമിലി ആണെങ്കിൽ യു ടോപ്പോളജി ആണ്. ടോപ്പോളജി ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. എസ്സിലുള്ള ആൾക്കാരൊക്കെ യുവിലുണ്ടെന്നാണല്ലോ. യു മസ്റ്റ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻസ്. ആ കാരണം കൊണ്ട് ബി ഈസ് എ സബ് ഫാമിലി ഓഫ് യു. യു മസ്റ്റ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻസ്. എസ്സിലെ മെമ്പേഴ്സൊക്കെ യുവിലെ മെമ്പേഴ്സാണ്. യു ടോപ്പോളജി ആകണമെങ്കിൽ യുവിലെ മെമ്പേഴ്സ് ഇന്റർസെക്ഷൻ എടുക്കുമ്പം, ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഉണ്ട്. യുവിലെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷനെയാണ് നമ്മൾ ബി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിയിലുള്ള ആൾക്കാരൊക്കെ യുവിലുണ്ടാകണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അത് നമുക്കറിയാം. നമ്മൾ പ്രൂവ് ചെയ്യാം. അത് എസ് സബ് ഫാമിലി ഓഫ് യു ആയതുകൊണ്ട് നമ്മളങ്ങനെ ആ റിസൾട്ട് എഴുതിയതേ ഉള്ളൂ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ വേറൊരു ടോപ്പോളജി എസ്സിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയത് ടോയാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ യു അതിനേക്കാൾ വലുതായിരിക്കണം. അതിന് ഇതാണ് അവസാനം നമുക്ക് കിട്ടേണ്ടത്. ടോ ഈസ് എ സബ് ഫാമിലി ഓഫ് യു എന്നാണ് കിട്ടേണ്ടത്. അതിന് നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്, ടോയിൽ നിന്ന് ഒരാളെ എടുക്കും, യുവിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യും. ടോയിൽ നിന്ന് ഒരാളെ എടുത്തോ, ലെറ്റ് യു എലമെന്റ് ഓഫ് ടോ. യു ക്യാപിറ്റൽ യു എലമെന്റ് ഓഫ് ടോ. ടോയിലെ ഒരു സെറ്റാണ് യു എലമെന്റ് ഓഫ് ടോ. അപ്പോൾ എന്താ, യു ക്യാൻ ബി റിട്ടൺ അസ് യു ഈക്വൽ ടു യൂണിയൻ ഓഫ് ടോയുടെ ബേസ് എന്നാ എസ് ജനറേറ്റ്സ് എസ് ഇസ് എ സബ് ബേസ് ഫോർ ടോ, ബി ഈസ് എ ബേസ് ഫോർ ടോ. യൂണിയൻ ഓഫ് ബി മെമ്പേഴ്സ് ആണ് ഈ യു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്നാ, ബിയിലെ മെമ്പേഴ്സൊക്കെ യുവിലുണ്ട് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ ഓഫ് യു മെമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. യുവിലെ കുറേ പേരുടെ യൂണിയനാണ് എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ യു. യുവിലെ മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആണെങ്കിൽ യു മസ്റ്റ് ബി എ ടോപ്പോളജി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻസ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന യു എവിടെ ഉണ്ടാവണം? സ്ക്രിപ്റ്റ് യുവിലും ഉണ്ടാവണം. യു ടോയിലുണ്ടെങ്കിൽ യു സ്ക്രിപ്റ്റ് യുവിലും ഉണ്ട്. ടോ ഈസ് എ സബ് ഫാമിലി ഓഫ് യു എന്ന് ഉറപ്പായി. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പോളജി എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്താണ് ടോ. ദാറ്റ് മീൻസ് ടോ ഈസ് ദ സ്മോളസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് കണ്ടെയ്നിങ് എസ്. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ടോപ്പോളജി ടോ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. ദാറ്റ് മീൻസ് എസ് ജനറേറ്റ്സ് ടോ. എസ് ടോയുടെ സബ് ബേസ് ആണെങ്കിൽ എസ് ടോയെ ജനറേറ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
ഇതിനൊരു കോൺവേഴ്സ് പാർട്ട് കൂടെ ഉണ്ട്. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ തന്നെയായി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ നമുക്ക് രണ്ടും കംപ്ലീറ്റ് ചെയ്യും.